ഡിവൈഎഫ്ഐയുടെ കൊല്ലത്തെ പൊതിച്ചോറ് വിതരണത്തിന് 8 വയസ്സ്. വയറെറിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ തുടങ്ങിയ പദ്ധതിയെ പരിഹസിക്കുന്നവർക്ക് രാജമ്മ എന്ന വൃദ്ധ ഒരു മറുപടിയാണ്. റിപ്പോർട്ട് കാണാം. ചരമവാർഷിക ദിനമാണ്. അതിന്റെ സ്മരണയ്ക്കായിട്ട് അമ്മയാണ് എല്ലാവർക്കും പൊതിച്ചോറ് നൽകുന്നത്. ഇത് കൊല്ലം സ്വദേശിനി നമ്മ സ്വന്തം രാജമ്മ. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മുൻപരിചയമില്ല. അവരിന്ന് പൊതിച്ചോറ് വാങ്ങാൻ വന്നു. അവരുടെ മകൻ രാമചന്ദ്രൻ്റെ ചരമവാർഷികം. ഇതറിഞ്ഞ ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺബാബു പൊതിച്ചോറ് വിതരണത്തിൻ്റെ 8ാം വാർഷികം രാജമ്മയുടെ മകൻ്റെ അന്നദാനമാക്കി മാറ്റി. വീട്ടമ്മമാരുടെ മഹാമനസ്കതയിൽ കിട്ടുന്ന സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും പൊതിച്ചോറ് അങ്ങനെ വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ സഹായിച്ചു. തങ്ങളെ പരിഹസിക്കുന്നവർക്ക് കാരുണ്യപ്രവൃത്തി ഇനിയും തുടരുമെന്ന മറുപടി അധിക്ഷേപിക്കുന്നവർക്കേറ്റ മുഖത്തടിയായി. ജില്ലാ ആശുപത്രിയുമായി വലിയ ബന്ധമുള്ള ആളുകളെന്ന നിലയിൽ ഞങ്ങൾക്കറിയാം ജില്ലാ ആശുപത്രിയിൽ ഏത് വിഭാഗങ്ങളിൽ ഡോക്ടറുണ്ട്, ഏത് വിഭാഗങ്ങളിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, ഏതെല്ലാം ഡോക്ടർമാർ ഇവിടെ ഏതെല്ലാം ദിവസം OP ഉണ്ട് എന്ന് ഇവിടുത്തെ രോഗികൾ വിളിച്ചു ചോദിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ്. ഞങ്ങളെ ട്രോളുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. ഇവിടെ ആ നിലയിൽ ഇവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അങ്ങനെയാണ് സഖാവ് ചിന്ത പറഞ്ഞത്, ഞങ്ങൾ എല്ലാ ദിവസവും പൊതിച്ചോറുമായി ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നവരാണ്. ഞങ്ങളുടെ എല്ലാ വിശേഷ ദിവസങ്ങളും ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ഈ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒപ്പമാണ്. അപ്പോൾ എനിക്കായാലും അരുൺബാബുസാനായാലും ശ്രീനാഥനായാലും എല്ലാം ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിനും ഈ ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒപ്പമായിരുന്നു. വിഷുവിനും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമായിരുന്നു. കഴിഞ്ഞ ജനുവരി 1-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് പൊതിച്ചോറ് വിതരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ ഇവിടെ വരും. ജില്ലാ ആശുപത്രിയുമായി അത്രമേൽ അടുത്ത് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. പൊതിച്ചോറ് വിതരണത്തിന്റെ 8ാം വാർഷികത്തിന് കൊല്ലം MLA മുകേഷ് ആശംസകൾ നേർന്നു. എനിക്ക് തോന്നുന്നു ഡിവൈഎഫ്ഐയുടെ ഈ സുമനസ് വേറെ ഇന്ത്യ മഹാരാജ്യത്ത് ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. പല സന്ദർഭങ്ങളിലും ഞാനിവിടെ ഇതിൻ്റെ തുടക്കം ഞാൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തിരുവോണ നാളിൽ ഇവിടുത്തെ ഏറ്റവും സാധുക്കളായിട്ടുള്ള ഇവിടെ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട രോഗികളാണെങ്കിലും രോഗി കൂട്ടിരിപ്പുകാരാണെങ്കിലും ഒക്കെ അവരോടൊപ്പം ഊണ് കഴിക്കുന്ന ആ ഒരു സന്തോഷവും എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ആ ചിന്തയുടെ ഫലമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മ കണ്ടപ്പോൾ വണ്ടി നിർത്തി എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. നന്ദി. 2600 ദിനങ്ങൾ 50 ലക്ഷത്തോളം പൊതിച്ചോറ് സംഭരിച്ച് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാനായത് ഡിവൈഎഫ്ഐ എന്ന യുവജന സൈന്യത്തിൻ്റെ പ്രയത്നത്തിൻ്റെ കൂടി ഫലം. സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഡിവൈഎഫ്ഐ ഒരു ഭക്ഷ്യസുരക്ഷാ സൈന്യമായി പട്ടിണി അകറ്റാൻ അവരുടെ സേവനം ഇനിയും തുടരും. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.